ബ്രേക്ക്ഫാസ്റ്റ്. എന്റെ മേക്കപ്പ് കൊണ്ട് പേടിക്കണ്ട, ഞാനൊരു കല്യാണത്തിന് പോവാണ്. ഓൺ വോയിസ് കൊടുക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നവംബർ 26 നമ്മൾ താജ് വിവാന്തയിലാണ്. ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. രാവിലെ ഒരു 9 മണിക്ക് എണീച്ചപ്പോൾ ഇനി പോയി ഫുഡ് അടിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ഇന്നലെ കയറുന്നപ്പോൾ തന്നെ രാത്രി 1 മണിയായി. കുറേ നേരം ഫോണൊക്കെ വിളിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറേ നേരമായി. ഇന്ന് നമ്മൾ പന്തളത്തിലേക്കാണ് പോണത്. പന്തളത്തിലാണ് മറ്റേ അഖിൽ NRTയുടെ കല്യാണം, റിസപ്ഷൻ. അപ്പോൾ ഇനി ഗ്രൗണ്ട് ഉണ്ണു. ഇ ആണോ യു ആണോ? ഇയ ഉണ്ണു. ബ്രേക്ക്ഫാസ്റ്റ്. ഹലോ, നിങ്ങൾ എൻ്റെ മേക്കപ്പ് കൊണ്ട് പേടിക്കണ്ട, ഞാനൊരു കല്യാണത്തിന് പോവാണ്, പന്തളം. അപ്പോൾ ഇന്നത്തെ ഇതാ ഞങ്ങളെ റൂമിൻ്റെ വ്യൂ ആണിത്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തോടെ ഈ റൂമിനോട് വിട പറയാണ്. സോറി, ഒരു രാത്രി നിന്നിട്ടുള്ളൂ, ബട്ട് ഇതൊരു ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി നേരെ പന്തളത്തിലേക്ക് പോവാം. ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ 1 മണിയായി. ഞങ്ങളല്ല, സോറി, സമയം 1 മണിയായി. നമ്മളിപ്പോൾ പന്തളത്തിലേക്ക് പോവുകയാണ്. നഖം കാണിച്ചോണ്ടിരിക്ക. ഇനി സായിക്ക് ഇന്നത്തെ കല്യാണത്തിന് അഖിൽ NRTന്റെ കല്യാണത്തിന്റെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഡ്രസ്സ് കട തപ്പി നടക്കട്ടെ. ഇല്ല, ഇത് ഞാൻ ഓൾറെഡി ഇട്ട ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ പുതിയ ഡ്രസ്സൊന്നല്ല. നമുക്ക് പെണ്ണില്ല എന്ന് പറയണ പോലെയുള്ള ഡ്രസ്സില്ല എന്ന് പറയണത്. അപ്പോ എന്താ പറയാ, അപ്പോൾ ഇനി ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് എടുത്തിട്ടാണ് ഇനി നമ്മള് പന്തളത്തിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും മൊയിനുക്കിയും കാദർബായും വരും. അപ്പോൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മറ്റേ ഷിയാസിന്റെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ കണ്ടാവും. കൂടുതൽ നിങ്ങൾ ചാനലുകൾ, യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ അധികം എടുത്തിട്ടൊന്നുമില്ല, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ഓൾറെഡി എന്തായാലും എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു അവിടെ ആ സമയത്ത്. എന്താ പറയാ, എന്നിട്ട് ആ കുറച്ചിട്ട് ഞങ്ങള് ഷിയാസിനെയും വൈഫിനെയും കാണാൻ പോയത് വേറെ ഹോട്ടൽ റൂമിലാണ്, കാരണം അവർക്ക് വയ്യാതെയായിട്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ താജ് വിവാന്തയിൽ ഇറങ്ങി പോവാണ്. ഇനി ഡ്രസ്സ് എടുക്കട്ടെ സായിക്ക്. ഡ്രസ്സ് എന്തായാലും നിർബന്ധമാണല്ലോ, മുഖ്യം നിർബന്ധമാണല്ലോ. ബിഗിലെ എന്താ പറയാ, കണ്ണട എന്റെ തലയിലുണ്ട്. അല്ല, ഞാൻ എന്താ അറിയോ, കണ്ണട ഇവിടെ വെച്ചപ്പോ എന്റെ മേക്കപ്പ് കൂടുന്ന ആളേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണട ഒന്ന് തലയ്ക്ക് പറ്റിച്ച്. അതെ, അപ്പൊ എന്റെ തന്നെ ഫുള്ള് മേക്കപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത്, അപ്പൊ ഈ ഭാഗത്ത് 2 സ്ഥലത്തെയും മേക്കപ്പ് എടുക്കണോണ്ടാണ് ഞാൻ തലയിൽ കൊണ്ടുവച്ചത്. അപ്പോ ഇനിയിപ്പോ എന്താ പറയാ, പിന്നെ അവിടെ ഒരു അടയാളം വരില്ലേ. അപ്പൊ നമ്മളിപ്പോ എന്തായാലും കട തപ്പി നടക്കട്ടെ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട്. തൃപ്പൂണിത്തറ ഭാഗത്ത് വൈറ്റിലയിലാണ് മുത്തശ്ശന്റെ നാടാണ് കേട്ടോ തൃപ്പൂണിത്തറ തറവാട്ട് എവിടെയാണാവോ, മറ്റേ കോവിലകത്തിന്റെ തൊട്ടപ്പുറത്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ അടയാളം വന്നില്ലേ, കണ്ണടേന്റെ അടയാളം വന്നൂടെ. അപ്പോ എന്താ പറയാ, നമ്മള് എന്താ പറയാൻ വന്നത്, നമ്മളിനി ഡ്രസ്സ് എടുക്കാൻ പോട്ടെ. അപ്പൊ മൊയിനുക്കിയും കാദർബായും ആലുവയിലെ മെട്രോ കയറിയിട്ട് വൈറ്റിലയിലെത്തും. അതുവരെ ഞങ്ങൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കറക്കട്ടെ കേട്ടോ. അപ്പോ ഡ്രസ്സ് ഇട്ടു. ഫ്രണ്ട്സ് നല്ല ഡ്രസ്സ് എടുത്തല്ലേ, കൊള്ളാം. തായ്ലൻഡ് ഇലുമിനാറ്റി. ഞാനൊരു പഫ്സ് ഓർഡർ ചെയ്തു. പഫ്സ് പോണ വഴിക്കൊരു പഫ്സ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ ഫുഡ് കഴിക്കട്ടെ. കാര്യമായിട്ടുള്ള ഫുഡ് അവർ വന്നിട്ട് അപ്പോൾ നമ്മൾ പോണ വഴിക്കാണ് കുമരകം ഭാഗത്ത് എത്തിയപ്പോൾ കുമരകം വഴിയാണ് പോയത്. അപ്പോൾ അടുക്കള പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറി. പക്ഷേ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഗ്യാസ് കയറും എന്ന്.
എന്നിട്ട് കുമരകത്തേക്കാണ് സായി ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ഞാൻ നല്ലൊരു സദ്യ ഉണ്ടു, സദ്യ അല്ല ഇലയിൽ വെച്ച സദ്യ, പിന്നെ മീൻ ഐറ്റംസ് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പുറപ്പെട്ടു. നല്ല റോഡാന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ കുമരകം വഴി പന്തളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ വേറെ വഴി കൂടെ പോയിരുന്നത്. അപ്പോൾ ഈ വഴി ഞങ്ങൾക്ക് തോന്നി നല്ല റോഡാണ്, നല്ല കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത റോഡാണ്, അതാണല്ലോ ഏറ്റവും വേണ്ടത്. കാരണം അത്രയും ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ നല്ല റോഡാണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ആ വഴി നോക്കിയപ്പോൾ കുമരകത്ത് കൂടെയൊക്കെയാണ് പോയത്. ആലപ്പുഴ ടച്ച് ചെയ്യാതെ ചങ്ങനാശ്ശേരി, കുമരകം, പിന്നെ എവിടേക്കോ ആ ഭാഗത്തൊക്കെ ടച്ച് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നേരെ പന്തളത്തേക്കിലേക്ക് എത്തിയത്. ഞാൻ മാറ്റില്ല, ചത്താലും ഞാൻ മാറ്റില്ല. കൊന്നിട്ട് മാറ്റും. ഈ വ്ളോഗ് പുറത്തുനിന്നിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കാതർഭായ് മൊയ്നുക്കും നിങ്ങളെ സാക്ഷിയാണോ? അപ്പൊ നമ്മള് റിസപ്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നലെ രാത്രിത്തെ പ്രോഗ്രാമൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു. പന്തളത്തുനിന്ന് പിന്നെ നേരെ കൊച്ചിയിൽ എത്തിയപ്പോൾ 1 മണിയായി. അങ്ങനെ ഞങ്ങൾ അവരോട് ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്ത് രാവിലെ ഇതാ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. ഇതാ സായി ചേട്ടൻ ഇവിടെ ഇരുന്ന് കൂർക്ക വലിച്ച് ഉറങ്ങിയിരുന്നു രാവിലെ തന്നെ. എന്നോട് പറഞ്ഞു 7 മണിക്ക് അലാറം വെക്കണം, നമുക്ക് 7 മണിക്ക് തന്നെ എണീച്ച് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞു. ഞാൻ 7 മണിക്ക് അലാറം വെച്ചു, ഞാൻ എണീച്ചു. സായി അവിടെ ഇരുന്ന് കൂർക്ക വലിച്ച് ഉറങ്ങി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കുന്നത്, ഞാൻ കൂർക്ക വലിച്ച് ഉറങ്ങണേ കണ്ടിട്ട് ഞാൻ വിളിച്ചില്ല. കാരണം പാവല്ലേ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 9-9:30 ആയപ്പോഴാണ് എണീച്ചത്. ലൈസൻസ് ഉണ്ടെന്ന് എനിക്ക് തരുമോ വല്ല വണ്ടി? എവിടെങ്കിലും കൊണ്ടുപോയി കുത്തി കഴിഞ്ഞാൽ ഞാൻ ജയിലിലേക്ക് കഴിഞ്ഞാൽ ആരും രക്ഷിക്കാൻ വരില്ല. എനിക്കൊരു ഉൾഭയം, അതാണ്. ഞാൻ എന്തായാലും വയ്യാണ്ടതല്ല, ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ പോകട്ടു. അപ്പൊ എന്റെ ഭയങ്കര തണുപ്പിന്റെ അവസ്ഥ ഒക്കെ ഉണ്ടായിട്ട് ഒരു സുഖമില്ലായ്മ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. സൗണ്ടില് രാവിലെ 9 മണിക്ക് എണീച്ചിട്ട് അല്ല എന്തൊരു തണുപ്പല്ലേ ഇതിന്റെ ഉള്ളില്. അപ്പൊ നമ്മളിനി ഫുഡ് തപ്പി കിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തപ്പട്ടെ. അപ്പൊ ഇന്നലത്തെ കല്യാണം അടിപൊളിയായിരുന്നു. എന്താ പറയാ, അഖിലന്നാർഡിന്റെ കല്യാണം പന്തളത്തായിരുന്നു. ഞങ്ങൾ കൊച്ചിന്ന് ശരിക്കും പറഞ്ഞ 2 മണിക്കാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങി, എത്തിയത് ഒരു 7 മണി 8 മണിയായി. സത്യം പറഞ്ഞാൽ 7-7:30 ആയി എത്തിയപ്പോൾ. അവിടെ നല്ല അടിപൊളി ഉഷാറ് പരിപാടിയായിരുന്നു. കാര്യമായിട്ടുള്ള അറേഞ്ച്മെന്റും ഇതൊക്കെ സംഭവം നല്ല രസമായിരുന്നു. DJ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല ഫുഡൊക്കെ അടിപൊളിയാവുന്നു. കാരണം നമ്മുടെ സൗത്ത് കേരളയിലെ ടേസ്റ്റ് നമുക്ക് വ്യത്യസ്തമാണെന്ന് തോന്നുന്നല്ലോ. പക്ഷെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി, ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവസാനം ഗുലാബ് ജാമുനും ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചു എന്തായാലും. അപ്പോൾ കൊള്ളാം. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കറക്റ്റ് 8:30 ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് തിരിച്ചെത്തിയത് 1 മണിയായി. അങ്ങനെ വയ്യാതെ ഇരിക്കുകയായിരുന്നു എന്തായാലും. അതുകൊണ്ട് വേഗം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ ഉറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഒന്ന് ലീവ് എടുത്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ കുറേ ലീവ് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ലീവ് എടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ വീട്ടിൽ പോട്ടെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഫുഡാണ്. ഞാൻ മസാല ദോശ, അവിടെ നെയ് റോസ്റ്റ്, പൊടി ദോശ. നമ്മൾ ഫുഡ് കഴിച്ച് ശരവണ ഭവനിന്ന് പിന്നെ സ്ഥിരമായിട്ട് സായി ഇപ്പോൾ വാങ്ങുന്ന ഒരു സാധനമാണിത്, കുംബായി കുംബൂച്ച എന്നാണ് ഇതിന് പറയുക. ഒറിജിനൽ ഇതാണ് സായി എപ്പോഴും വാങ്ങുന്ന ഒരു സാധനം. അടിപൊളി സാധനമാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സായി വാങ്ങുമ്പോൾ ഞങ്ങളും കുടിക്കാറുണ്ട്. സായി എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതിനായിട്ട് മാത്രം പോയി വാങ്ങും. അല്ലെങ്കിൽ വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 5-8 ഒപ്പം വാങ്ങാം. എന്നിട്ട് ഇരുന്ന് കുടിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല എന്നോട് പറഞ്ഞു, ഞങ്ങളോടൊക്കെ പറയാറുണ്ട് എന്താ മറ്റേ ഡോക്ടർ നല്ല അടിപൊളി സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, പക്ഷേ ഈ സാധനം നല്ല സാധനമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, കുംബായി കുംബൂച്ച. അപ്പോൾ നമ്മളിപ്പോൾ ആലുവ കഴിഞ്ഞ് അവിടെ ഒരു ശരവണ ഭവനിലാണ് നിർത്തിയിരുന്നത്, വെജ് ഹോട്ടലിൽ. അപ്പോൾ നമ്മളിനി പോവുകയാണ്. ഇനിയിപ്പോൾ സമയം 10:45. വൈകുന്നേരം ഒരു 4 മണിക്കാവും എന്തായാലും എത്താൻ. 3 മണി 4 മണിയാവും എന്തായാലും നമ്മുടെ നാട്ടിലെത്താൻ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ യാത്രയാണ് ഫുള്ള്. യാത്രകളാണ് എന്താ ചെയ്യുക. അപ്പോൾ ഇനി ശനി ഞായർ ഇപ്പോൾ ബാംഗ്ലൂരിൽ സായിക്ക് കളിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി നാട് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ടാറ്റാ.